വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലിലൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ഒരു വെഡ്ഡിങ് വ്ലോഗുമായിട്ടാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ രാവിലെ തന്നെ അവിടെ ഞങ്ങൾ ചേക്കേറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണ്, അതുകൊണ്ട് തന്നെ തലേ ദിവസം നമ്മൾ പരിപാടികളും റിസപ്ഷനും ഒന്നും വെച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പേഴ്സിന് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ നാടൻ ഫുഡാണ് ചൂസ് ചെയ്തത്, മീനും ചോറും. അങ്ങനെ നാളെ മുതൽ ചിക്കനും ബീഫൊക്കെ ആയിട്ട് കുറേ ദിവസം സെറ്റായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് നാടൻ ഫുഡ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുതിർന്നവരൊക്കെ അടുക്കളയിൽ നല്ല ബിസിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും കുറച്ച് പോയി ഒന്ന് സഹായിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഉച്ച ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫുഡൊക്കെ ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മെഹന്തി ഇടാൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ സന്ധ്യ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടീസിനൊക്കെ നേരത്തെ ഫുഡ് കൊടുത്ത് ഒതുക്കിയിട്ടോ. ദിവസമാണെങ്കിൽ കാണുന്ന എല്ലാ പന്തികളിലും ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇരുന്ന് ഒരിക്കൽ ഫുഡ് കഴിച്ചതാണ്. രണ്ടാമത് പുറത്തേക്ക് വന്നപ്പോൾ വീണ്ടും പിള്ളേർ ഫുഡ് കഴിക്കുന്നുണ്ടപ്പോൾ അവനും ഒരു പാത്രമൊക്കെ പിടിച്ചു വച്ചിട്ടിരുന്നു. ഒന്നും കഴിക്കുന്നില്ലെങ്കിലും ആളെല്ലാ പന്തിയിലും ഉണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായി. അപ്പോഴാണ് നമ്മുടെ മുന്നാച്ചിക്ക് കൂടുമായിട്ട് അനിയൻ വന്നത്. അവൾക്ക് പഴയ കൂട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പുതിയ കൂട് കണ്ടപ്പോൾ ഭയങ്കര ഡാൻസും കളികളൊക്കെ ആയിരുന്നു കേട്ടോ. ആനന്ദ നൃത്തമാണ്, ആനന്ദ നൃത്തം. കൂട് മാറുന്നതിന്റെ നൃത്തമാണ്. മുന്നാച്ചി കൂട് തന്നെ നോക്കിട്ട് കളിക്കണ അതിലോട്ടുള്ള പോകലാണ്. ആദ്യമൊക്കെ ഭയങ്കര മടി കാണിച്ചിട്ടുണ്ടെങ്കിലും അവൾ പുതിയ കൂട്ടിൽ കയറി പറ്റി സെറ്റായിട്ടോ. അങ്ങനെ കല്യാണം പ്രമാണിച്ച് മുന്നാച്ചിക്കും ഒരു കൂട് കിട്ടിയിട്ടോ. ഇനി അവൾക്ക് പരാതി വേണ്ടല്ലോ, അവളും ഹാപ്പി നമ്മളും ഹാപ്പി. അപ്പോഴേക്കും നമുക്ക് മൈലാഞ്ചിയിടാൻ പോകാനുള്ള ടൈമൊക്കെ ആയി. നമ്മൾ ബ്രൈഡിനുള്ള കല്യാണ ഡ്രസ്സൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ഗ്രൂമിൻ്റെ കോട്ട് കേട്ടോ. അവനത് ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. മാമിക്ക് 3 ചെക്കന്മാരാണുള്ളത്, അതിൽ മൂത്ത ആളുടെ കല്യാണം കേട്ടോ. ഇതാണ് നടുക്കഷ്ണം. നമ്മുടെ കല്യാണ പെണ്ണിനിടാനുള്ള ഡ്രസ്സ് നമ്മൾ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചിട്ടും അങ്ങോട്ട് സെറ്റായില്ല കേട്ടോ. പിന്നെയും എടുത്ത് പിന്നെയും വെച്ച് അങ്ങനെ ടൈം ഒരുപാട് അങ്ങനെ പോയി. പിന്നെ ഒരുവിധം ഇങ്ങനെയൊക്കെ ആക്കി വെച്ചു കേട്ടോ. ഇനി ഫുട്വെയർ, ആക്സസറീസ്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കുറച്ച് നമ്മൾ പോകുന്ന വഴിക്ക് വാങ്ങിക്കണം, കുറച്ച് നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഒരു ഷൂട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പോൾ അവർ ഇതൊക്കെ സെറ്റാക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് റെഡിയായി വന്നു കേട്ടോ. ഐതൂട്ടീനെയും പാത്തൂട്ടീനെയും നമ്മൾ കൊണ്ടുപോകുന്നില്ല. പാത്തൂട്ടീനെ ഫസ്റ്റ് കൊണ്ടുപോകാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അവൾക്ക് ചെറിയൊരു പനി പോലെ, അപ്പോൾ അവളെ നമ്മൾ ഒഴിവാക്കി. ഒരുങ്ങിക്കുന്നതോ അത് കല്യാണം വീട്ടിൽ പോവാൻ. പാത്തൂനെ ഒരുവിധം പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ മുന്നേ ഇറങ്ങി പോയി കേട്ടോ. അപ്പോൾ കല്യാണ വീട്ടിലെത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. നാളത്തെ നമ്മുടെ കല്യാണ ചെക്കനാണ് ഈ നിന്ന് പൊറോട്ട അടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൈലാഞ്ചി ഇടാൻ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് ഉണ്ടാക്കിയാലും മതി. ഓരോ കാരണങ്ങളും കൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്ന് പറഞ്ഞത് 4 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ മെഹന്തി ഇടാൻ ഇറങ്ങിയപ്പോൾ ഈ വണ്ടി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കൂടുതലാവും. ഇവിടെ പിള്ളേരും മാമിമാരും ഒക്കെ സെറ്റാവാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ 3:15 എന്ന് പറഞ്ഞ ടൈം പിന്നെ 4 ആക്കി, 4:30 ആക്കി. അങ്ങനെ ഒരുപാട് ടൈം വൈകിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വാങ്ങണം, മധുരം കൊടുക്കണമല്ലോ പെണ്ണിന്. അതുപോലെ തന്നെ നല്ല ട്രാഫിക്കുള്ള ടൈമുമാണ്. അത് മാത്രമല്ല ഒരു 5:30 മണിയാവുന്ന സമയത്ത് അവിടെ ട്രെയിൻ പോകുന്ന ടൈം ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും രാത്രിയാവും. 3 മണി മുതൽ ഒരുങ്ങി നിൽക്കുന്നവരാണ് കൂടുതൽ പേരും. 1.5 മണിക്കൂർ വെയിറ്റിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ അവിടെ എത്താറായപ്പോഴേക്കും ഒരു കടയിലൊക്കെ നിർത്തി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ലഡുവും മുട്ടായിയും ഒക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
മെഹന്തി ഇടാൻ പെണ്ണുങ്ങളാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരേ ഒരു ആന്തരയാണ്. നമുക്ക് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. മെഹന്തി ചടങ്ങൊക്കെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു. ആ ഒരു പാർട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചേർത്തിട്ടില്ല കേട്ടോ. അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഭയങ്കര ലെങ്തായി പോവും. അപ്പോൾ ഞങ്ങൾ അധികം വൈകാതെ തന്നെ തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ വീട് സെറ്റായിട്ടോ, കല്യാണ വീടായി. പിന്നെയുള്ള ജോലി പൂകെട്ടലാണല്ലോ. ഇത്തവണ നമ്മൾ പൂ കെട്ടിയതാണ് വാങ്ങിച്ചത് കേട്ടോ. കാരണം നമ്മൾ വന്നപ്പോൾ ഒരുപാട് താമസിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നിനുള്ള ടൈമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഷെയർ ചെയ്യാണ്. നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ ഈ വാങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വയ്ക്കാനുള്ള ബൊക്കെയാണ്. അപ്പോൾ ഈ പൂ മേടിച്ച കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു പാർട്ടുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.